ബല്ലാസ് ടാങ്കിനകത്ത് വെള്ളം നിറച്ച് കപ്പലിന്റെ ചരിഞ്ഞ ഭാഗം ഉയർത്തി പ്രശ്നം പരിഹരിക്കാനായിരുന്നു തീവ്ര ശ്രമം. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾക്കൊപ്പം ചരിഞ്ഞ കപ്പൽ കമ്പനിയുടെ മറ്റൊരു വെസലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഡോണിയർ വിമാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കപ്പൽ നേരെയാക്കാനുള്ള ശ്രമങ്ങൾ രാവിലെ പരാജയപ്പെടുകയായിരുന്നു. ലൈബീരിയൻ കപ്പലായ MSC എൽസ 3 കടലിന്റെ ആഴങ്ങളിലേക്ക് പോയതോടെ അതിലുണ്ടായിരുന്ന അവശേഷിച്ച 3 പേരെയും INS സുജാത രക്ഷപ്പെടുത്തി. 21 പേരെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും കരക്കെത്തിച്ചു. 640ഓളം കണ്ടെയ്നർ കപ്പലിലുണ്ടായിരുന്നതായാണ് വ്യക്തമാകുന്നത്. ഇതിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളുണ്ട്. 12 കണ്ടെയ്നറിൽ കാൽഷ്യം കാർബൈഡാണ്. ഇതിനു പുറമെ കപ്പൽ ടാങ്കിലെ ഇന്ധനവും ചോരുന്നതായാണ് വിവരം. 84.44 മെട്രിക് ടൺ ഡീസൽ കപ്പലിലുണ്ടായിരുന്നതായാണ് അറിയുന്നത്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ വിശദീകരിച്ചു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങൾ നോക്കുകയാണ്. കൃത്യമായി അതിൽ കണ്ടെയ്നർ മാറ്റുന്നതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ ജീവനക്കാരെ ആകെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. കടൽ പ്രക്ഷുബ്ധമായതും ദുർഘടമായ കാലാവസ്ഥയും പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി. കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ കടലിൽ നിറയുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യതയുണ്ട്. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അധികാരികളെ അറിയിക്കണം. കണ്ടെയ്നറുകളിൽ തൊടുകയോ മറ്റോ ചെയ്യരുതെന്നാണ് നിർദ്ദേശം. ആലപ്പുഴ, കൊച്ചി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ശ്രമിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.